അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ഇന്ന് വിരാമം. ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മണ്ടപ്പുറ്റ് തെരളിയൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോഴേ കുഴച്ചൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 9:45 അടുപ്പ് കത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്തായാലും ഇതൊക്കെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് കുഴച്ച് എല്ലാം റെഡിയാക്കി വയ്ക്കും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ആദ്യം തെരളിയാണ് കുഴയ്ക്കുന്നത്. അപ്പം മാവ് നമ്മൾ ഒരുപാട് അങ്ങ് വറുക്കാത്ത മാവാണ് കേട്ടോ ഇടുന്നത്. മാവ്, പിന്നെ ഏലക്കാപ്പൊടി, തേങ്ങ, ശർക്കര, ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് കുഴച്ച്, പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യൊക്കെ കൂടെ ഒഴിച്ച് ആ ഒരു പരുവത്തിനാവുമ്പോൾ നമ്മൾ വയണയില എടുത്ത് അതിലോട്ട് കോട്ട് ചെയ്ത് വിടും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴയ്ക്കണം കേട്ടോ. ഒരുപാട് മിക്സ് ചെയ്ത് നന്നായിട്ട് അതിനെ എന്താ പറയുക, ശർക്കരയും തേങ്ങയും അതിൽ നിന്നൊക്കെ ആ പാലിറങ്ങി നന്നായിട്ട് ആ മാവിൻ്റെ കൂടെ പിടിച്ച് അതിന് ശേഷം മാത്രമാണ് നമ്മളിത് കുഴച്ച് ഇലയിലോട്ട് വയ്ക്കുന്നത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ വയണയില എടുക്കുകയാണ്. വയണയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ വയണയില എടുക്കുക. എന്നിട്ട് അതിൽ ഇതുപോലെ ഓരോ ഉരുളകൾ ഉരുട്ടി വയണയിലയിൽ വച്ച് ഇതുപോലെ മടക്കി എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തെരളിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചിലർ എന്താ പറയുക, ഇൻസ്റ്റൻറ്റ് പൗഡറിൽ തന്നെ ഇടും. അപ്പം ഞാൻ അങ്ങനെയല്ല. ഞാൻ തലേ ദിവസം പച്ചരി കൂരാനിട്ടും പിന്നെ മില്ലിൽ കൊടുത്ത് അതിനെ ജസ്റ്റ് എന്താ പറയുക, ആണ് എന്ന് പറഞ്ഞ് പൊടിച്ച് വാങ്ങും. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ചെറിയ ചൂടാക്കും. അതായത് ഒരുപാട് അങ്ങ് വറുക്കത്തില്ല, ചെറിയ ചൂടോടുകൂടി മാറ്റി വയ്ക്കും. എന്നിട്ടാണ് പിന്നെ അളവെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ പിറ്റേ ദിവസം ഇതുപോലെ എടുത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഭയങ്കര ദേവിക്ക് ഇഷ്ടമുള്ള ഒരു പ്രസാദവും കൂടിയാണ്. അപ്പോൾ അത് ഞാൻ റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ഇഡ്ഡലിക്കുട്ടവും എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മാല പോലെ ആവും കേട്ടോ. നമ്മളിങ്ങനെ ഉരുട്ടി ഉരുട്ടി മാല പോലെ ആക്കി വയ്ക്കും. അതിന് ശേഷം ഈ ഇഡ്ഡലി തട്ടിനകത്ത് ഈ തെരളി ഇതുപോലെ ഇങ്ങനെ ചുറ്റി വയ്ക്കും കേട്ടോ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ എല്ലാ വർഷവും ഞാൻ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ചെയ്യണം, ഈ വർഷവും ഞാൻ ഇടും എന്നുള്ള ഇതിൽ തന്നെയാണ് ഇരുന്നത്. അതുപോലെ എനിക്ക് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റി. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് ആ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചിലർ നെയ്യ് ആഡ് ചെയ്യത്തില്ല, പക്ഷെ ഞാൻ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും കഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മണ്ടപ്പുറ്റിനുള്ള മാവ് തട്ടിയിട്ടുണ്ട്. മണ്ടപ്പുറ്റിലെന്ന് വെച്ചാൽ മാവ് ഇടുക, അതിന് ശേഷം മാവിനേക്കാളും കുറച്ച് കൂടുതൽ പയറുപരിപ്പ് ഇട്ടാൽ സ്വാദ് കൂടും. അപ്പം ഞാനിപ്പോൾ 3/4 കപ്പ് മാവിന് 1 കപ്പ് പയറുപരിപ്പെന്ന് വെച്ചാൽ പയറെടുക്കുക, അതിനെ നന്നായിട്ട് വറുത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് പൊടിക്കരുത്. എന്നിട്ട് അതിനെ ചൂട് തണുത്തതിന് ശേഷം പൊടിച്ചൊന്ന് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതും ഈ മാവിൽ കൂടെ ഇട്ട് പിന്നെ തേങ്ങ, ശർക്കര ഇതെല്ലാം കൂടെ ഇട്ട് ഇതുപോലെ ഒരുപാട് സമയമെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു പരുവെന്ന് വെച്ചാൽ മിക്സിങ്ങിലാണ് ഇതിലെല്ലാം ഇരിക്കുന്നത്. പിന്നെ നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ, ഏലയ്ക്ക് ഞാനിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെയാണ് പൊങ്കാല ഇടുന്നത് കൊണ്ട് നമ്മുടെ മിക്സി ജാറിലിട്ട് തന്നെയാണ് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇടുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കുഴച്ചതിന് ശേഷം നമ്മൾ തലയുടെ ആകൃതി ഉണ്ടല്ലോ, അതായത് 2 കണ്ണ് മൂക്ക് വരുന്ന വിധത്തിൽ ഉരുട്ടി ദേവിയെ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ അസുഖങ്ങളൊക്കെ മാറ്റി തരണം, നമ്മൾ എന്താണ് നമ്മുടെ പ്രാർത്ഥന അതുകൂടെ വെച്ച് നമ്മൾ ഉരുട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിതിൽ ഒരു പഴം ആഡ് ചെയ്യുകയാണ് കേട്ടോ. ചിലർ പഴം ആഡ് ചെയ്യാറില്ല, പക്ഷേ ഞാൻ ഇന്ന് ഒരു പഴം, ഒരുപാടൊന്നും വേണ്ട, ഒരു പഴം. പക്ഷേ കഴിഞ്ഞ വർഷം ഞാനൊരു 2-3 പഴം ചേർത്ത് കേട്ടോ. കാരണം എനിക്ക് ഒരു കൺഫ്യൂഷനായിപ്പോയി. പക്ഷേ ഇത്തവണ ഞാൻ ഒരു പഴമാണ് ചേർത്തത്. കറക്റ്റ് പരുവമായിരുന്നു. അത് വെന്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അത് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലുമൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും കഴിക്കാനൊക്കെ കൊടുത്തു വിട്ടു. കാരണം അവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞു നല്ല ടേസ്റ്റായിരുന്നു. കാരണം പയറൊക്കെ ഇങ്ങനെ കൂടി നിൽക്കണം ആ ഒരു പരുവമൊക്കെ. അപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിന് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ അമ്മയും ഞാനും കൂടെയാണ് ഇത് ഉരുട്ടുന്ന ആ ഒരു പരിപാടി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉരുട്ടി കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 9:45 നമുക്ക് അടുപ്പ് കത്തിക്കുന്ന ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും തന്നെ മുറ്റത്ത് കല്ല് എല്ലാം കൊണ്ടുവച്ച് ഏട്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പടുക്ക വയ്ക്കണം, അതായത് പൊരി, പഴം, അവൽ, ഹാരം, പിന്നെ വിളക്കൊക്കെ കത്തിച്ച് എല്ലാം വച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം നമുക്ക് ഏതാണ്ട് സമയമായി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നമ്മളെ ഇഡ്ഡലി തട്ടിലും അതുപോലെ കലത്തിലും എന്താണ് പൂവ് ചുറ്റിക്കുകയാണ് കേട്ടോ. പൂവ് ചുറ്റിച്ച് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് പറ്റുന്ന അതുപോലെയൊക്കെ അങ്ങ് ചെയ്യാം. ചന്ദനം വേണമെങ്കിൽ ചാലിക്കാം, ചന്ദനം വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, പൂവ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ തൽക്കാലം എന്താണ് പൂ വെച്ചിട്ട് അതിനെ മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ചൂട്ടും വിറവും ഒക്കെ ഒന്ന് കുറച്ച് കഷ്ണങ്ങളാക്കി ഒന്ന് വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ആയിക്കഴിഞ്ഞാൽ അതായിക്കഴിഞ്ഞു. പിന്നെ നമ്മുടെ അടുപ്പ് കത്തിക്കാനുള്ള സമയമായപ്പോൾ ഞാൻ കത്തിച്ചു, ദേവിയെ പ്രാർത്ഥിച്ച് കത്തിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു ആറ്റുകാൽ പൊങ്കാല ആദ്യമായിട്ടാണ് വീട്ടിൽ ഇടുന്നത് കേട്ടോ. പക്ഷേ ഇതിനു മുന്നേ എൻ്റെ നാത്തൂൻ്റെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനല്ല, നമ്മളെല്ലാവരും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. പക്ഷേ അല്ലാതെ ഇപ്പോൾ ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊങ്കാലയാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇടുന്നത്. പിന്നെ നമ്മളിതാ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇടുന്നു. പിന്നെ അത് എല്ലാവരും കൂടെ ഇട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, അരി ഉഴിഞ്ഞ് ഇടുകയൊക്കെ ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മൾ ഇത് ആവാനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് വേണ്ടത്. പിന്നെ 2:15 ആകുമ്പോഴാണ് നമുക്ക് നിവേദ്യം വരുന്നത്. നിവേദ്യം വരുന്ന സമയത്ത് നമ്മൾ കിണ്ടിയിൽ നിന്ന് തന്നെ നമ്മൾ തുളസിയില, അരളിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ആ സമയമാകുമ്പോൾ ആ ഒരു ലൈവ് നമ്മൾ കാണും. അത് നോക്കി നമ്മൾ ലൈവായിട്ട് തന്നെ ഇവിടെയും അത് സെയിം ആ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൻറ്റിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആൻറ്റി അടുത്തൊക്കെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇവിടെ വീട്ടിലാണ് ഇടുന്നതെന്ന് കേട്ടോ. അപ്പോൾ ആൻറ്റി ഇങ്ങനെ ചോദിച്ചു എന്തായി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കാറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് കത്താനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമ്മൾ എല്ലാ കാര്യവും മംഗളമായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ പോയി ഇടണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ കവളിന് ചെറിയ വയ്യായിക ഉള്ളത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലിടാനുള്ള റീസൺ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ ആ തീ എന്താ പറയുക, തീ പടർത്തി രണ്ടിലും അങ്ങ് മാറി മാറി, ചിലതിൽ ഒന്നിൽ അണയുമ്പോൾ ചിലപ്പോൾ ഒന്നിൽ കത്തും. അങ്ങനെയായിരുന്നു ഈ കാറ്റ് കാരണം. പിന്നെ അത് മാറി മാറി ഞാനിങ്ങനെ വയ്ക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ആറ്റുകാലമ്മയുടെ ഉത്സവം തുടങ്ങുന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അമ്മയെ കാണാനായിട്ട്. അപ്പോൾ അന്ന് അത്യാവശ്യം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരുപാട് അങ്ങനെ തിരക്കില്ലായിരുന്നു. എനിക്ക് നന്നായിട്ട് ദേവിയെ തൊഴാനൊക്കെ പറ്റി. പിന്നെ അതിന് ശേഷം ഞാൻ പൊങ്കാല ഇടുന്നത് വീട്ടിലാണ്. അപ്പോൾ ഇനി ഒരു ദിവസം അല്ലാതെ ഒരു ദിവസം തിരക്കില്ലാത്തൊരു ദിവസം എനിക്ക് പോയി തൊഴണം. അപ്പോൾ ഇനി മുന്നേ തൊഴുന്നത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ അരി ഇടുന്ന സമയമാണ്. അപ്പോൾ അരി മോനെ വിട്ടൊക്കെ ഇടിച്ചതിന് ശേഷം പിന്നെ ഞാനും ഒക്കെ ഇട്ട് കേട്ടോ. പിന്നെ നമ്മുടെ തെരളിയും അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. അപ്പോൾ തെരളി ഇറക്കിയതിന് ശേഷമാണ് ഞാൻ മണ്ടപ്പുറ്റ് ഇറക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാനായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും പൊങ്കാല ഇടണമെന്നുള്ള ആ ഒരു ടെൻഡൻസിയാണ് അല്ലേ നമുക്ക്. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ സമയം ഡേറ്റ് ആയിരുന്നു കേട്ടോ. 3-ാം തീയതി എന്ന് പറഞ്ഞാൽ എൻ്റെ പീരീഡ്സ് ഡേറ്റ് ആയിരുന്നു. പക്ഷേ അത് എനിക്ക് ഇടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ 1 വീക്കിന് മുന്നേ മരുന്ന് കഴിക്കാൻ തുടങ്ങി, ഗുളിക കഴിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനത് എക്സ്റ്റെൻഡ് ആക്കിയത് കേട്ടോ. അങ്ങനെ എക്സ്റ്റെൻഡ് ആക്കിയിട്ടാണ് എനിക്ക് ഈ പൊങ്കാല ഇടാനായിട്ട് പറ്റിയത്. കാരണം അതെൻ്റെ ആഗ്രഹമാണ്. ഇപ്പോൾ ഞാനത് കഴിക്കാതിരുന്നെങ്കിൽ എനിക്കിത് ഇടാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അത് ഓരോരുത്തരുടെയും മനസ്സിൽ ആ ഒരു ഭക്തിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പൊങ്കാല ഇടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ഈ ഗുളികയൊക്കെ കഴിച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നും കൂടെ ഞാനത് കഴിച്ചോളൂ. കാരണം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല. കാരണം പൊങ്കാല അമ്മയ്ക്ക് സമർപ്പിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. പിന്നെ ഇനി അതിലേക്ക് ശർക്കര, തേങ്ങ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തെരളിതാ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. അത് കഴിക്കാൻ നല്ല സ്വാദായിരുന്നു കേട്ടോ. തെരളി എനിക്ക് കിട്ടിയില്ലായിരുന്നു. ലാസ്റ്റ് മീൻസ് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും തെരളി കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ മണ്ടപ്പുറ്റ് അവർക്ക് കൊടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ തെരളി ഞാൻ ഒരു ദിവസം അല്ലാതെ വീട്ടിലുണ്ടാക്കിയിട്ട് അച്ഛനും അമ്മയ്ക്കും കൊണ്ട് കൊടുക്കണം എനിക്ക്. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം അത് അല്ലാതെ എനിക്ക് ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കണം. അത് ഞാനൊരു വ്ളോഗായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് അതും കാണാം കേട്ടോ. അതിൻ്റെ ഇപ്പോൾ ഈ സെയിം റെസിപ്പി തന്നെയാണ് അതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ രണ്ടാമത് വീണ്ടും വെള്ളം ഒഴിച്ചു. ഇപ്പോൾ നമ്മുടെ മണ്ടപ്പുറ്റും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മണ്ടപ്പുറ്റ് അവിടെ ഇരുന്ന് അങ്ങ് സെറ്റ് ആയിക്കോളും. കാണാനും നല്ല ഭംഗിയായിരുന്നു, ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിലർ പായസം മാത്രമായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ തെരളി ഈ 3 ഐറ്റം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശീലം ദൈവം അങ്ങേയറ്റം വരെ എനിക്ക് എൻ്റെ ജീവിതകാലം വരെ എനിക്ക് അത് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പായസവും റെഡി ആയിട്ടുണ്ട്. എല്ലാം സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും എല്ലാം തയ്യാറായി. അപ്പോൾ നല്ലൊരു വർഷം ആവട്ടെ, എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് പഴവും കൂടെ അരിഞ്ഞിട്ട് കൊടുത്താൽ നമ്മുടെ പായസം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ.
നെയ്യും ഞാനിങ്ങനെ ആദ്യം തന്നെ നെയ്യ് ആ സെൻറ്ററിൽ ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു. കാരണം നെയ്യ് കുറച്ച് കട്ടിയായിട്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ആ നെയ്യ് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് ആ പായസത്തിൽ ആവശ്യത്തിനുള്ള നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നെയ്യ് ലാസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ നെയ്യുടെ ഇതൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നല്ല കാണാനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ പായസവും എല്ലാം ഞാൻ കുറച്ചാണ്, ആവശ്യത്തിന് തന്നെയാണ് ഉണ്ടാക്കിയത്. ഒരുപാട് ഒന്നും കളയാനായിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം എല്ലാം ഇപ്പോൾ ആവശ്യത്തിന് നമുക്ക് എത്രയാണോ അത് അനുസരിച്ചാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ പിന്നെ കുറച്ച് മണ്ടപ്പുറ്റും കൂടെ അച്ഛനും അമ്മയ്ക്കും കൂടെ കൊടുത്ത് വിടും. തെരളി എനിക്ക് കിട്ടിയില്ല, അപ്പോൾ അത് എനിക്കിനി ചെയ്യണം. ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക്. അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ മറ്റേതിലിപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്താനായിട്ട് തുടങ്ങി കേട്ടോ. പിന്നെ ഈ കലം ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കൊരു ഭയങ്കര ടെൻഷനാണ്. കലം ഇങ്ങനെ ആടുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അയ്യോ ഇത് വീഴുവോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ തോർത്തൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുന്നത്. എന്നാലും എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം നമ്മളെല്ലാം ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലാവുമ്പോൾ നമുക്കും മനസ്സിലൊരു തൃപ്തിയാവും. അപ്പോൾ ഇതാ മണ്ടപ്പുറ്റ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തെരളിയപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിവേദ്യത്തിനുള്ള സമയമാണ്. അപ്പോൾ നിവേദ്യത്തിനുള്ള അനൗൺസ്മെൻറ്റ് അവരിങ്ങനെ ലൈവായിട്ട് കൊടുക്കും. അപ്പോൾ ആ സമയം ആയപ്പോഴാണ് ഞങ്ങളിത് ഇങ്ങോട്ട് വീണ്ടും വന്നു. അപ്പോൾ വിളക്കൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ തളിക്കുന്നതാണ്. പൂവെടുത്ത് കിണ്ടിയിൽ നിന്ന് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ മനസ്സിൽ ദേവിയെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മളത് നിവേദ്യം ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രസാദം നമുക്ക് യൂസ് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം, കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു ചടങ്ങിലോട്ടാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ മൂന്നിലും നമ്മൾ സെയിം ഇതുപോലെ തന്നെ അരളിപ്പൂവ്, നമ്മൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന അരളിപ്പൂവ് ഈ കിണ്ടിയിലെ വെള്ളവുമായിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പിന്നെ തളിച്ചു കൊടുക്കും. അപ്പോൾ അതോടെ നമ്മുടെ ആറ്റുകാലമ്മയുടെ ആ ഒരു നിവേദ്യത്തിൻ്റെ സമർപ്പണവുമായി കഴിയും. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.